വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇവരുടെ മുഖം കാണിക്കാതെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അമ്മേനെ വഴക്ക് പറയുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 വർഷമായ തെങ്ങായത് കേട്ടോ. ഈ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുമ്പോഴാണെങ്കിൽ സത്യത്തിൽ അമ്മ മനസ്സുകൊണ്ട് ചിരിക്കുമായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് കൃഷി ഡേ ആണ്. ഇന്ന് നമ്മൾ പുറത്തൊക്കെ പോകാൻ വേണ്ടി ഒരുപാട് പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഖിൽ ചേട്ടന് ഒരു പണി കിട്ടി. അഖിൽ ചേട്ടന് ഇന്ന് ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അഖിൽ ചേട്ടൻ വന്നപ്പോഴും അമ്മയാണെങ്കിൽ നടാൻ വേണ്ടിയിട്ട് 2-3 റംബുട്ടാനും പേരക്കയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നടാൻ പോവുകയാണ് ഇവർ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ദാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു പുതിയ തൂമ്പയൊക്കെ മേടിച്ചു കേട്ടോ. ഇത്രയും നമ്മുടെ വീട്ടിൽ തൂമ്പയില്ലായിരുന്നു എന്ന് വിചാരിച്ചാൽ കുഞ്ഞു തൂമ്പയുള്ളായിരുന്നു, വലിയ തൂമ്പയില്ലായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ തൂമ്പയൊക്കെ അപ്പുറത്തൊക്കെ പോയി എടുക്കണമായിരുന്നു. ഇപ്പോൾ നമ്മൾ പുതിയൊരു തൂമ്പയൊക്കെ മേടിച്ചു. പക്ഷേ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെ എന്തായാലും അവിടെ റംബൂട്ടാനാണെന്ന് തോന്നുന്നു നടന്നത്. ഇവരുടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാര്യം ഇവർ രണ്ടുപേരും എന്നെ വഴക്ക് പറയും. ഇവർക്ക് രണ്ടുപേർക്കും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇവരുടെ മുഖം കാണിക്കാതെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അമ്മ എന്താണ്ടൊക്കെ പറയുന്നത് കേട്ടോ, എന്നെ എല്ലാം തോന്നുന്നു. ചിരട്ടയോ? ഇപ്പം നമുക്ക് ചിരട്ട എടുക്കാം. അമ്മ എന്നോട് ചിരട്ടയാണ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത്. ഞാൻ കണ്ട് ഇതാണ് എടുത്തുകൊണ്ട് വന്നത്. നേരത്തെ ഒരു അമ്മ എന്നെ വഴക്ക് പറയുന്നു. ചിരട്ട എടുക്കാൻ പോയ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേന് അഖിൽചേട്ടൻ ഇവിടെ കുഴിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുത്തൻ തൂമ്പ് കൊണ്ടൊക്കെയാണ് അഖിൽചേട്ടൻ കുഴിയെടുത്തത്. അതിനുശേഷം അഖിൽചേട്ടൻ കുന്താലി എടുത്ത് ചാണാപ്പൊടി നല്ലതായിട്ട് അതിനകത്തിട്ട് തന്നെ മിക്സ് ചെയ്യുമായിരുന്നു. കാരണം എന്തെങ്കിലും നട്ടു വെക്കുന്നതിന് മുമ്പ് അതിനകത്ത് ചാണാപ്പൊടിയൊക്കെ ഇട്ട് ഇഷ്ടംപോലെ വളമൊക്കെ ചെയ്താൽ നന്നായിട്ട് കിളിക്കുമെന്നാണ് അമ്മയുടെ ഒരു തിയറി. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. ഇതിനെപ്പറ്റി എനിക്ക് വലിയ ബോധമില്ലാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല. ദാണ്ട് ഇതാണ് നമ്മുടെ റംബൂട്ടാൻ. ദാണ്ട് ഈ ഒരു മഞ്ഞ റംബൂട്ടാനാണ് ഇന്ന് നമ്മൾ അവിടെ നടാൻ വേണ്ടി വെച്ചിരിക്കുന്നതിന്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു നെല്ലിയുണ്ട്, അതും ഇപ്പം നട്ടയാണ്. പക്ഷെ അത് ഇച്ചിരി വളർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെന്നല്ല, ഒരു 1-1.5-2 മാസമായി. അല്ല, അത്ര ആയില്ല കേട്ടോ, 2 ആഴ്ച എങ്ങാണ്ടായതേ ഉള്ളെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ്ട് റംബൂട്ടാൻ്റെ പ്ലാസ്റ്റിക് കട്ട് ചെയ്യുകയാണ്. അമ്മ എൻ്റെ അടുത്ത് അതുകൊണ്ട് നേരെ പിടിച്ച് തരാൻ പറഞ്ഞു. കാര്യം അതിൻ്റെ മണ്ണിളക്കി കഴിഞ്ഞാൽ പിന്നെ കിളിക്കത്തില്ലെന്നാണ് അമ്മ പറയുന്നത്. എന്തോ അതിനെപ്പറ്റി എനിക്ക് അറിയാത്തത് കൊണ്ട് വലിയ അറിവില്ല. അത് കഴിഞ്ഞിട്ട് എല്ലുപൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലുപൊടി ഇട്ടിട്ട് ബാലൻസ് മണ്ണെല്ലാം കൂടെ അതിൻ്റെ ചൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അഖിൽചേട്ടനാണെങ്കിൽ നമ്മുടെ തൂമ്പ് കൊണ്ട് അതിൻ്റെ 4 സൈഡും ഇതുപോലെ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു. സാധാരണ അഖിൽചേട്ടൻ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഒട്ടും ഇഷ്ടമല്ലാത്തതാണ്. ഇപ്പം ഒരു മാസമായിട്ട് ഇങ്ങനത്തുള്ള ചെടി നടലും ഇങ്ങനത്തുള്ള കൃഷിയൊക്കെ അഖിൽചേട്ടന് ഇഷ്ടമാണ്. ഇപ്പോൾ 2-3 കാര്യങ്ങളൊക്കെ അഖിൽചേട്ടൻ നട്ടിട്ടുണ്ട്. എത്ര അഖിൽചേട്ടൻ ചെയ്തെന്ന് പറഞ്ഞാലും അവസാനം അമ്മയ്ക്ക് എന്തെങ്കിലും അതിൻ്റെ അറ്റത്ത് ചെയ്തില്ലെങ്കിൽ സമാധാനം വരത്തില്ല. അമ്മ ഇച്ചിരി തൂമ്പ് വെച്ചൊക്കെ ഇങ്ങനെ മണ്ണിളക്കിയില്ലെങ്കിൽ അമ്മയ്ക്കൊരു എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഒരു സന്തോഷം വരത്തില്ല 100% എന്ന് പറയുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് അടുത്ത കുഴി എടുക്കാൻ വേണ്ടിയിട്ട് അഖിൽചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അടുത്ത കുഴി എടുക്കുവാണ്. അവിടെ നമ്മൾ പേര നടാമെന്ന് വിചാരിച്ച് നമ്മൾ കുഞ്ഞു കുഴിയായിരുന്നു എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ചേഞ്ച് ചെയ്ത് വേറെ സംഭവം നടാമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് അമ്മ ചാണകപ്പൊടി എടുത്തിടുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു മാതള നാരങ്ങയുടെ ഒരു തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ ഇവിടെ കിളിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അമ്മ പറഞ്ഞ് കിളിക്കുമെന്ന് അമ്മ 100% പറയുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് എന്തായാലും വഴിയേ അറിയാം. അങ്ങനെ അമ്മ അതിനകത്ത് ഒന്നും കൂടി ഒരു കുഴിയൊക്കെ എടുത്തിട്ട്, കുഴിയല്ല അതെല്ലാം കൂടെ മിക്സ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അവിടെ മാതള നാരങ്ങ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാം മണ്ണും എല്ലാം കൂടെ അങ്ങോട്ട് ഇടുമായിരുന്നു. അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് എള്ളുപൊടി കുറച്ചും കൂടി ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് എള്ളുപൊടി ഇങ്ങനെ എടുത്തതിന് ശേഷം അതിനകത്തോട്ട് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലോട്ട് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പച്ചച്ചാണകമല്ല, ഉണങ്ങിയ ചാണകമാണ് കേട്ടോ. ഉണങ്ങിയ ചാണകം ഇങ്ങനെ ഇട്ടാൽ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കുഞ്ഞു കുന്താലിയുണ്ട്. കുഞ്ഞു കുന്താലി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സൈഡ് വട്ടം ഇതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിൽചേട്ടനും തൂമ്പ് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം 3ാമത്തെ കുഴി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ 3ാമത്തെ കുഴിയെടുത്തപ്പം ഇച്ചിരി ഇങ്ങോട്ട് എടുക്കാൻ അമ്മ പറഞ്ഞതുകൊണ്ട് അഖിൽചേട്ടൻ പിന്നെ കുഞ്ഞു കുന്താലി എടുത്തിട്ടാണെങ്കിൽ ഇച്ചിരിയും കൂടെ വിസ്തീർണത്തിൽ അങ്ങോട്ടും കൂടെ കുഴി എടുത്തിട്ടുണ്ട്. അവസാനം താണ്ട് ഈ ഒരു പേര അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലൊരു പച്ച പേരക്കയാണ്. പച്ചയാണോ മഞ്ഞ കളർ പേരക്കയാണോ ഏതോ ഒരു കളർ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അവിടെ വലിയ ചാണകപ്പൊടി ഇട്ടിട്ട് അഖിൽചേട്ടൻ ഇങ്ങനെ അതൊരു വലിയൊരു കഷ്ണം പോലെ ഇരിക്കുന്നതായിരുന്നു, ഉണങ്ങിയതായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചിലവർക്ക് ഭയങ്കര അലർജിയാണ്, എന്ന് വെച്ചാൽ ഒരു എതക്കേട് പോലെ വരാം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇത് ഉണങ്ങിയതായിരുന്നു. അപ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ എള്ളുപൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ദാണ്ട് ഇതുപോലെ ഇങ്ങനെ മണ്ണിട്ടു.
ഇപ്പോൾ ഇവിടെ നല്ല മണ്ണ് കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ലതായിട്ട് കിളിക്കുമെന്നാണ് അമ്മയുടെ അഖിൽചേട്ടൻ്റെയൊക്കെ പറച്ചിൽ. എന്തായാലും നമുക്ക് കണ്ടറിയാമെന്ന് ഞാൻ പറയുകയും ചെയ്ത്. പക്ഷേ അമ്മ എന്തെങ്കിലും നട്ടാൽ അത് അമ്മ കിളിപ്പിച്ചിട്ടേ അടങ്ങത്തോളം എന്ന് എനിക്കറിയാം. നന്നായിട്ട് കിളിച്ചു വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വോയിസ് വീഡിയോ ഒന്നും വളരെ കുറവായിരിക്കും. അപ്പം ഞങ്ങൾ താഴോട്ട് പോവുകയാണ്. ഇനി ബാക്കി താഴെ നടാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് കാണാം. ബൈ ബൈ. കണ്ടോ അതിൻ്റെ അവിടെയാണെങ്കിൽ ഒരു കുഞ്ഞ് എന്താ പറയുന്നത് മാവ് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കിളിക്കുന്നേ ഇല്ല. ഇത് അമ്മയുടെ കുഞ്ഞ് തെങ്ങാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 വർഷമായ തെങ്ങായത് കേട്ടോ. കണ്ടിത് ഇത്രയും വളർന്നു. പിന്നെ ഈ റംബൂട്ടാൻ എനിക്ക് തോന്നുന്നു ഏകദേശം 3 പോകുന്നെന്ന് തോന്നുന്നു. ഇത് മുമ്പത്തെ വട്ടം കായ് പിടിച്ച് അതിനകത്ത് നമ്മൾ തിന്നുകയും ചെയ്തു. നല്ല വരിക്കയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇവിടെ 2 കുട്ടി കുട്ടി മാവുകളൊക്കെ ഉണ്ട്. സൂപ്പറാണ്. അത് ഇതിൻ്റെ ചൂടടിച്ചത് കൊണ്ട് ഒരെണ്ണം നല്ലതായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം കുഞ്ഞായിട്ട് അതുകൊണ്ട് അതാണ്ട് ഇത് ഈ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുമ്പോഴാണെങ്കിൽ സത്യത്തിൽ അമ്മ മനസ്സുകൊണ്ട് ചിരിക്കുമായിരിക്കും. ദൈവമേ, ഇവൾ ഒരു തുട്ടി വെള്ളം പോലും എൻ്റെ ഇതിനൊന്നും കോരി ഒഴിക്കാതെ അവൾ വീഡിയോ എടുക്കുന്നു നോക്കെന്ന് പറയുക. അത് ചേട്ടൻ ചിരി വരുന്നുണ്ട്, പക്ഷെ ചിരിക്കുന്നില്ല. ആണ്ടെ പിന്നെ ഈ ഒരു കുഞ്ഞ് തെങ്ങ് കണ്ടാ, ഇത് ഇപ്പുറത്തത് അത്യാവശ്യം നല്ല വലിയ തെങ്ങ് കേട്ടോ, കണ്ടോ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു പ്ലാവും ഉണ്ട്. ഈ പ്ലാവ് നല്ലതായിട്ട് അങ്ങ് വളർന്നു പോയത്, കാരണം വെയിറ്റ് കാരണം ഇത് ഒടിഞ്ഞു വീണു പോയായിരുന്നു. പിന്നെ അമ്മ പിടിച്ച് നൂട്ട് കെട്ടിയൊക്കെ ജോലിക്കാരെ വിളിച്ച് കെട്ടി വെച്ച് നിർത്തിയേക്കുവാണ്. അതിനകത്ത് 2-3 കായൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു പേരയ്ക്ക നട്ടിട്ടുണ്ട്. അതുകൊണ്ടാ വണ്ടി ചെയ്താ അഖിൽ ചേട്ടൻ എത്ര നട്ടാലും അമ്മയ്ക്ക് അതിനകത്തുനിന്ന് കിളച്ചു കൊടുത്തില്ലെങ്കിൽ സമാധാനം വരത്തില്ല. അതെന്താണോ എന്തോ, കൃഷി ചെയ്യുന്ന എല്ലാവർക്കും എനിക്ക് വയ്യ. താഴെ നമ്മൾ പേരയ്ക്കൊക്കെ നട്ടിട്ട് തിരിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു. അഖിൽചേട്ടൻ അപ്പോഴത്തേനും ചെറുതായിട്ട് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അഖിൽചേട്ടൻ നല്ല എനർജിയിലാണ് നിന്നത്. സാധാരണ അഖിൽചേട്ടൻ ഒരു കുഴി എടുക്കുമ്പോഴേ തളരുന്ന അഖിൽചേട്ടനായിരുന്നു. പിന്നെ ഒരു പേരയ്ക്കയുടെ തൈയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അഖിൽചേട്ടനും അമ്മയും കൂടെ അതും കൂടെ നട്ടു വെക്കാമെന്ന് വിചാരിച്ചു. അതും നട്ടു വെക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിലാണ് കേട്ടോ നട്ടു വെക്കുന്നത്. അമ്മയ്ക്ക് ചെടിയേക്കാൾ കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള പേര, ചക്ക അങ്ങനത്തെ ഉള്ള ഐറ്റമാണ് ഇഷ്ടം. ചെടിയാണെങ്കിൽ പൂത്ത് നിൽക്കത്തേയല്ലേ ഉള്ളൂ, കാണാൻ ഭംഗിയാണ്. ഇതാകുമ്പോൾ നല്ല സാധനങ്ങളൊക്കെ തിന്നാമല്ലോ എന്നാണ് അമ്മയുടെ ഒരു അഭിപ്രായം. എന്തോ എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ നിന്ന് ഒരു കുഞ്ഞു പേരമരം ഉണ്ടായിരുന്നു. വർഷങ്ങളായതാണ്. അതങ്ങ് മുറിച്ച് കളയുമായിരുന്നു. കാര്യം അതിനകത്ത് കായൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അവിടെ ഒരു കുക്കുംബർ നിൽക്കുന്നത്. അമ്മ നട്ടതായിരുന്നു അത്, പക്ഷേ അതിനകത്ത് എന്തോ പുഴു എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. ഇതല്ല നമ്മുടെ ആദ്യത്തെ കുക്കുംബർ. അത് കഴിഞ്ഞിട്ട് അവിടെ പടവലം കിടപ്പുണ്ടായിരുന്നു. പടവലമല്ലല്ലോ, സോറി, മത്തങ്ങയോ കുമ്പളങ്ങയോ എങ്ങാണ്ടാണത്. കറക്റ്റ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.